റോ മാച്ചിങ് ചെയ്ത് കഴിഞ്ഞാൽ മൈലേജ് കുറയുകയാണെങ്കിൽ തന്നെ എത്ര കുറയുമായിരിക്കും? നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഇതാണ് നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഇവിടെ ഞാൻ 25 കിലോമീറ്റർ റൈഡ് ചെയ്ത് മീറ്ററിലെ മൈലേജ് ചെക്ക് ചെയ്യും. അങ്ങോട്ട് പോകുമ്പോൾ ഞാൻ നോർമലി ഉള്ള പോലെ ആവശ്യമുള്ള സമയത്തൊക്കെ റോ മാച്ച് ചെയ്തായിരിക്കും ഓടിക്കുന്നത്. അങ്ങനെ ഹൈവേയിൽ 25.4 കിലോമീറ്റർ ഓടിയിട്ട് മീറ്ററിൽ ചെക്ക് ചെയ്തപ്പോൾ അതിൽ കാണിച്ച മൈലേജ് 44 kmpl. ഈ ഒരു ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ എനിക്ക് 28 ഡൗൺ ഷിഫ്റ്റ്സ് ആണ് വേണ്ടി വന്നത്. ഇനി മീറ്റർ റീസെറ്റ് ചെയ്തിട്ട് ഞാൻ വന്ന അതേ റൂട്ടിലൂടെ തന്നെ തിരിച്ചു പോവാണ്. പക്ഷേ ഇപ്പോൾ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് തിരിച്ചു പോകുമ്പോൾ ഡൗൺ ഷിഫ്റ്റ്സിലൊന്നും ഞാൻ റോ മാച്ചിങ് ചെയ്യുന്നില്ല. റിട്ടേൺ വന്നപ്പോൾ എനിക്ക് 26 ഡൗൺ ഷിഫ്റ്റ്സേ വേണ്ടി വന്നുള്ളൂ. അങ്ങനെ 25 കിലോമീറ്റർ റൈഡ് ചെയ്ത് സ്റ്റാർട്ടിംഗ് പോയിന്റിലെത്തി മീറ്ററിൽ ചെക്ക് ചെയ്തപ്പോൾ അതിൽ കാണിച്ച മൈലേജ് 48.4 ആണ്. അതായത് 4.4 കിലോമീറ്ററിൻ്റെ എക്സ്ട്രാ മൈലേജ് ആണ് റോ മാച്ചിങ് ചെയ്യാത്തപ്പോൾ എനിക്ക് കിട്ടിയത്, വിച്ച് ഈസ് എക്സാക്ട്ലി 10% മോർ. ഇതിൻ്റെ ആക്യുറസി എത്രത്തോളം ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. ഞാനൊരു 5% എക്സ്പെക്ട് ചെയ്തിരുന്നത്. ഓരോ ബൈക്കിനനുസരിച്ച് ഇതിലൊരു വ്യത്യാസം എന്തായാലും ഉണ്ടാവും. എനിവേ റോ മാച്ചിങ് ചെയ്യുമ്പോൾ മൈലേജിൽ ചെറിയൊരു ഡ്രോപ്പ് വരുന്നുള്ള കാര്യം സത്യം തന്നെയാണ്. പക്ഷേ ആ ഒരു റീസൺ കൊണ്ട് നിങ്ങൾ ഒരിക്കലും റോ മാച്ചിങ് ചെയ്യാതിരിക്കരുത്. നമ്മുടെ വണ്ടിയുടെ എഞ്ചിനും നമ്മുടെ സേഫ്റ്റിക്കും റോ മാച്ചിങ് മാൻഡേറ്ററി തന്നെയാണ്.